ഇപ്പോൾ ശ്രീ കെ ശൈലജ കൂടി ടെലിഫോണിലേക്ക് ചേരുകയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് രാവിലെ പുറത്തു വരുന്നത് ടീച്ചർ. ഇത് സത്യത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ജയിൽ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി പോയില്ലേ? വലിയൊരു അശ്രദ്ധ തന്നെയല്ലേ ജയിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനു മുമ്പും ചില പ്രതികൾ ജയിൽ ചാടി അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് സർക്കാർ വളരെ ഗൗരവമായിട്ട് കാണാതിരിക്കില്ല. അയാളെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടിയും കേരള പോലീസ് സ്വീകരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം അതിസമർത്ഥമായി ഇടപെട്ട് പിടികിട്ട പുള്ളികളെ അടക്കം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ശക്തമായ പോലീസ് സംവിധാനവും ഗവൺമെന്റുമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്. കാരണം ഇയാൾ അത്രയും കുറ്റവാളിയാണ്. അപ്പോ അടിയന്തരമായിട്ട് ഇയാളെ പിടികൂടാനുള്ള എല്ലാ സംവിധാനവും കേരള പോലീസ് ചെയ്യണം. അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടി ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതയ്ക്ക് പരിഹാരം ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. യെസ്, തീർച്ചയായും. നമുക്ക് കേരള പോലീസിന്റെ കരുത്തിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും ഒന്നും ആർക്കും സംശയമില്ല. നിരവധി തെളിയാത്ത കേസുകളൊക്കെ തെളിയിച്ച പ്രതികളെ പിടികൂടിയ സേന തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇത്രയധികം വലിയ ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത പ്രതിയാണ് വളരെ അസാധ്യമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, വളരെ എളുപ്പത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയല്ലേ? ഈ സംഭവം ഉണ്ടായി, എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുമല്ലോ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്തായാലും ജയിൽ ചാടി എന്നുള്ളത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ആളുകൾക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിയെ പിടികൂടാൻ ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അങ്ങനെ പിടികൂടട്ടെ, എത്രയും പെട്ടെന്ന് പിടികൂടി ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കട്ടെ. യെസ്, നന്ദി പ്രതികരിച്ചതിന്. കെ ശൈലജ ടീച്ചറാണ് പ്രതികരിച്ചത്. അവർ പറയുന്നത് കേരള പോലീസ് വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടും, അത്രയധികം കഴിവുള്ള സേനയാണ് കേരള പോലീസ് സേന. പക്ഷേ അപ്പോഴും അവർ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അത് ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല, അത് പിന്നീട് അക്കാര്യത്തിലൊരു പ്രതികരണം നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വീഴ്ചയും അശ്രദ്ധയും അനാസ്ഥയും തന്നെ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. 7 മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ട്. ഇപ്പോഴും ഗോവിന്ദചാമി എവിടെയാണ്, എവിടേക്ക് രക്ഷപ്പെട്ടു എന്നതൊന്നും അറിയില്ല. വലിയ രീതിയിലുള്ള തിരച്ചിലൊക്കെ നടക്കുന്നുണ്ട്, എങ്കിലും ഇതുവരെയും പിടികൂടാനായിട്ടില്ല എന്നതാണ് വാസ്തവം. എങ്ങനെയാണ് അസാധ്യമായ ഒരു കാര്യം സാധ്യമായത്? ഗോവിന്ദചാമിയെ പോലെ ഒരാൾക്ക് ഒറ്റ കൈയിലാണ് ഗോവിന്ദചാമി ജയിലിനകത്ത് ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കഴിയുകയായിരുന്നു ഗോവിന്ദചാമി. അവിടെ നിന്ന് സെല്ലിന്റെ കമ്പി മുറിച്ച് പുറത്ത് ചാടി ആ മതിൽ കെട്ട് ചാടിക്കിടക്കാൻ എങ്ങനെ ഗോവിന്ദചാമിക്ക് സാധിച്ചു? അതിന് ആരുടെയൊക്കെ സഹായം പുറത്തുനിന്നും അകത്തുനിന്നും ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും ഗോവിന്ദചാമി രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ഇനി എത്ര എളുപ്പമാണ് വീണ്ടും ഗോവിന്ദചാമിയെ പിടികൂടുക എന്നതിലൊക്കെ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഇവിടെ അവശേഷിക്കുകയാണ്.